ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഓർഡർ ചോദ്യം നമ്പർ 571 ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സാർ, എ ഇല്ല, ബി ഇല്ല, സി പദ്ധതി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് ഇപ്പോൾ തന്നെ സംസ്ഥാന ജില്ലാതലങ്ങളിൽ സംവിധാനങ്ങളുണ്ട്. പദ്ധതി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും പുരോഗതി വിലയിരുത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പദ്ധതി നിർവഹണത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് കോർഡിനേഷൻ കമ്മിറ്റി 2 ആഴ്ചയിലൊരിക്കൽ യോഗം ചേർന്ന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വരുന്നു. കൂടാതെ പദ്ധതി രൂപീകരണ നിർവഹണ പ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പിന്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. 13ാം പദ്ധതി നിർവഹണം കാര്യക്ഷമമായി നടത്തുന്നതിന് താഴെ പറയുന്ന സുപ്രധാനമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രൊജക്റ്റുകൾ ബന്ധപ്പെട്ട വെറ്റിംഗ് ഓഫീസർ പരിശോധിച്ച് വെറ്റിംഗ് നടത്തി ജില്ലാ ആസൂത്രണ സമിതിക്ക് നൽകുന്നതിന് പകരം വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകിയതിന് ശേഷം വെറ്റിംഗ് നടത്തുന്ന രീതിയിലേക്ക് വന്നു. വാർഷിക പദ്ധതി മൊത്തത്തിൽ അംഗീകരിക്കുന്നതിന് മുൻപ് മുടക്കം കൂടാതെ നടത്തേണ്ട പ്രൊജക്റ്റുകളും സീസണിന് മുമ്പ് നടത്തേണ്ട പ്രൊജക്റ്റുകളും നടപ്പാക്കാനുള്ള സമീപനം സ്വീകരിച്ചു. നഗരപ്രദേശങ്ങളുടെ വികസനത്തിന് പ്രത്യേകം ഊന്നൽ നൽകുന്നതിനും നഗരവൽക്കരണത്തിന്റെ പ്രശ്നങ്ങൾ പ്രത്യേകമായി പരിഹരിക്കുന്നതിനും നഗരസഭകൾക്ക് പ്രത്യേകമായ മാർഗരേഖ തയ്യാറാക്കി. തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ പ്രൊജക്റ്റുകൾ വെറ്റ് ചെയ്യുന്നതിനും സാങ്കേതികാനുമതി നൽകുന്നതിനുമുള്ള സൗകര്യം ഇല്ലാതിരുന്നതാണ്. എന്നാൽ പ്രൊജക്റ്റുകൾ വെറ്റിംഗിനും സാങ്കേതികാനുമതി നൽകുന്നതിനുമുള്ള അധികാരം വികേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തടസ്സം ഇപ്പോൾ നീക്കിയിട്ടുണ്ട്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സംസ്ഥാനത്ത് 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും 14 ജില്ലാ പഞ്ചായത്തുകളും 87 നഗരസഭകളും 6 മുനിസിപ്പൽ കോർപ്പറേഷനും കൂടാതെ ഗ്രാമവികസന വകുപ്പ്, കുടുംബശ്രീ, നഗരാസൂത്രണ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ എഞ്ചിനീയറിംഗ് വിഭാഗം, ജില്ലാ ദാരിദ്ര്യ നിർമ്മാർജ്ജന യൂണിറ്റുകൾ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് അങ്ങനെ തുടങ്ങി ഓംബുഡ്സ്മാൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ട്രിബ്യൂണൽ ഒക്കെ അടക്കമുള്ള മേഖലകളിൽ 25,000-ലധികം ജീവനക്കാരുള്ള വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. 1435 കോടി രൂപ ബഡ്ജറ്റ് വിഹിതമുള്ള വ്യവസായ ചോദ്യത്തിലേക്ക് വരാണ്. 9444 കോടി ബഡ്ജറ്റ് വിഹിതമുള്ള ജലസേചന വകുപ്പും പ്രത്യേകം മന്ത്രിമാരുടെ കീഴിലും, എന്നാൽ 6571 കോടി രൂപ ബഡ്ജറ്റ് വീതമുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഒരു മന്ത്രിയും ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒരു ചീഫ് എഞ്ചിനീയറുമാണ് ഉള്ളത്. ഇത് പദ്ധതി നിർവഹണത്തെയും അതിന്റെ കാര്യക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അത് മാറ്റുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതല്ലേ നല്ലത്? കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച ഘട്ടത്തിലൊക്കെ തന്നെ ഈ വകുപ്പുകളെല്ലാം ഒന്നായിരുന്നു. ജീവനക്കാരുടെ എണ്ണക്കൂടുതൽ കൊണ്ട് ഏതെങ്കിലും ഒരു വകുപ്പിന് പ്രയാസം നേരിടും എങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും 2-3 കഷ്ടമാക്കി നമുക്ക് തിരിക്കേണ്ടി വരുമായിരുന്നില്ലേ? ഏതാണ്ട് 2 ലക്ഷത്തോളം അധ്യാപകരും ജീവനക്കാരും അടക്കമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നത്. 90 സ്റ്റാഫും 3 മന്ത്രിമാരും UDFന്റെ കാലത്ത് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ ഏകോപിപ്പിച്ച് ഒരു മന്ത്രിയാണ് കൈകാര്യം ചെയ്തിരുന്നത്. 90 സ്റ്റാഫിന് പകരം 25 സ്റ്റാഫ് ജോലി ചെയ്യുന്നുള്ളൂ. എന്നിട്ടും കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് 70% വരുന്ന റോഡുകളുടെ ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഒരു ചീഫ് എഞ്ചിനീയറാണുള്ളത്. ബാക്കി 30% വരുന്ന റോഡുകളുടെ ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പിന് 4 ചീഫ് എഞ്ചിനീയർമാരും ഉണ്ട് എന്ന കാര്യം ഓർക്കണം. പരിശോധിച്ച് പഞ്ചായത്ത് വകുപ്പിന് നഗരവകുപ്പിനും പ്രത്യേകം ചീഫ് എഞ്ചിനീയർമാരാകെ മാറ്റിയാൽ ഇതിന്റെ ഗുണനിലവാരവും അതിന്റെ പ്രവർത്തനവും ഏകോപിപ്പിക്കാനും ഏറ്റവും നന്നായി നടപ്പിലാക്കാനും സാധിക്കില്ലേ? ഇക്കാലം അത്തരം ഒരു സംവിധാനമായിരുന്നു നിലനിന്നിരുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 179ഓളം പഞ്ചായത്തുകളിൽ എഇമാരുടെ തസ്തികകളില്ല. ഒരു എഇ ഒരു പഞ്ചായത്തിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാക്കണം എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം. അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ് ക്രിയേഷന്റെ ഫയലുകൾ അതിന്റെ ഒരു അന്തിമ ഘട്ടത്തിലാണ്.
179 ഓവർസിയർമാരുടെ പുതിയ തസ്തികകളും സൃഷ്ടിച്ചാലേ നമുക്കൊരു ഗ്രാമപഞ്ചായത്തിൽ 2 ഓവർസിയർമാരുടെ സേവനം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. അത് സംബന്ധമായിട്ടുമുള്ള പോസ്റ്റ് ക്രിയേഷന്റെ ഫയലുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചീഫ് എഞ്ചിനീയർ ഒന്നേ ഉള്ളൂ എങ്കിലും അതിന് താഴെയുള്ള എഞ്ചിനീയർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് വിങ്ങിനെ കാര്യക്ഷമമാക്കിയാൽ മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. പുതിയതായി നിരവധി പേരെ PSCകളിൽ നിന്ന് ഒഴിവുള്ള തസ്തികകളിലേക്ക് നിയമിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം നടത്തി കഴിഞ്ഞു. ഇനിയും ശേഷിക്കുന്നവർക്ക് PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ 1.5-2 മാസത്തിനുള്ളിൽ പൂർണ്ണമായും നമ്മളുടെ എഞ്ചിനീയറിംഗ് വിങ് എക്വിപ്ഡ് ആകും എന്ന് തന്നെയാണ് കരുതുന്നത്. ശ്രീ എം ഉമ്മർ. സർ, അധികാര വികേന്ദ്രീകരണം വന്നിട്ട് 22 വർഷമായി സർ. അധികാര കേന്ദ്രീകൃതം ഒറ്റ മന്ത്രിയിൽ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ സർ. ഈ 1 വർഷത്തിനുള്ളിലാണ് ഈ 22 വർഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര കുറഞ്ഞ പണം പദ്ധതിയിൽ ചെലവഴിക്കുന്നത് എന്നുള്ള കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മാത്രമല്ല സർ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാം സർ. അവിടെ ഒരു വനിതാ ഘടക പദ്ധതിക്ക് വേണ്ടി 1.25 കോടി രൂപ നീക്കി വെച്ചിട്ട് ഇവിടുന്ന് CCയുടെ അംഗീകാരം കിട്ടി. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രത്യേകമായ ഇടപെടലുണ്ടായി. എന്നിട്ട് പോലും ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥ സമ്മതിക്കാത്തതുകൊണ്ട് ഇപ്പോഴും അത് നടപ്പിലാക്കാൻ കഴിയാതിരിക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് സർ എനിക്ക് ചോദിക്കുന്നത്. കാര്യക്ഷമമായി പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ഒരുപാട് മന്ത്രിമാരെ ഒരു വകുപ്പ് കഷ്ണമാക്കി ഏൽപ്പിക്കുക എന്നുള്ളതല്ല. നമുക്കതില്ലാതെ തന്നെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്തുകൊണ്ടാണ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞത് എന്ന് അങ്ങേക്കും അറിയാം. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 3 മാസം 1 പൈസ പോലും എക്സ്പെൻഡിച്ചർ നമ്മളുടെ സംസ്ഥാനത്ത് ആയിരുന്നില്ല. മാത്രമല്ല 12ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷവുമായിരുന്നു അത്. എന്നാൽ പോലും എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് 69-70% നമ്മളുടെ എക്സ്പെൻഡിച്ചർ എത്തിക്കുവാൻ വേണ്ടി സാധ്യമാവുകയുണ്ടായി. മാത്രമല്ല മുൻ വർഷങ്ങളിൽ നഷ്ടപ്പെടുമായിരുന്ന തുക നഷ്ടപ്പെടാത്ത ഒരു സാഹചര്യവും ഈ സർക്കാർ ഉണ്ടാക്കി. DPC കഴിഞ്ഞ വർഷം അംഗീകരിച്ച മുഴുവൻ പ്രൊജക്ടുകൾക്കും ക്യാരി ഓവർ അനുവദിച്ചുകൊണ്ട് ഗവൺമെന്റ് പ്രത്യേക ഉത്തരവും പുറപ്പെടുവിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നത് എന്ന് പരിശോധിച്ച് അങ്ങയെ അറിയിക്കുന്നതാണ്. ശ്രീ ടി ഇബ്രാഹിം. സർ, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഈ വകുപ്പുകൾ ഏകോപിച്ചത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കാര്യക്ഷമമായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതിന് ശേഷം ഇത്ര ലോ പെർഫോമൻസ് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല, വേറൊരു കാലം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ മന്ത്രിയുടെ സ്വന്തം ജില്ലയായ മലപ്പുറത്ത് തന്നെ സർ 27 ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോഴും സെക്രട്ടറിമാരില്ല, 7 ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പോഴും AXCമാരില്ല. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഇതുവരെയായി ഒരു സെക്രട്ടറി ഉണ്ടായിട്ടില്ല. ജൂൺ 30 വരെ പദ്ധതി പ്രവർത്തനം നീട്ടേണ്ടി വന്നൊരു കാലഘട്ടവും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ സത്യത്തിൽ ഇത് സർ ഇത് ഏകീകരിച്ചതിൻ്റെ ഗുണഫലം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഗവൺമെന്റിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സർ. സർ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള പോരായ്മകളാണ് കഴിഞ്ഞ 1 വർഷം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഈ സർക്കാരിൻ്റെ പെർഫോമൻസ് എന്താണ് എന്ന് ഈ വർഷം മുതൽ നിങ്ങൾക്ക് വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ വർഷം ആരംഭഘട്ടത്തിൽ തന്നെ പദ്ധതികളുടെ രൂപീകരണമായി കഴിഞ്ഞു, വികസന സെമിനാറുകൾ നടന്നു കഴിഞ്ഞു. 841 ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പദ്ധതിയുടെ നിർവഹണ ഘട്ടത്തിലേക്ക് പോലും ഈ ഘട്ടത്തിൽ തന്നെ കടന്നു കഴിഞ്ഞു. മുൻ വർഷങ്ങളിൽ യഥാർത്ഥത്തിൽ ഈ രംഗത്തൊരു കുത്തഴിഞ്ഞ അവസ്ഥ നിലനിന്നിരുന്നു. അത് തുന്നിക്കെട്ടാനുള്ള ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ 1 വർഷം. ആ ഒരു സമയത്ത് സംഭവിച്ചിട്ടുള്ള പെശകുകളാണിത്. അത് മുൻ ഗവൺമെന്റിന്റെ പെശകുകളുടെ തുടർച്ചയായിരുന്നു. ഏതായാലും അതെല്ലാം മാറ്റി ഈ പദ്ധതി വർഷം മുതൽ വളരെ ഭംഗിയായും ചിട്ടയോടെയും വ്യവസ്ഥാപിതമായും കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 841 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതിനകം തന്നെ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിൽ എത്തുന്നു എന്നുള്ളത്. വരുന്ന ഒരു 15-20 ദിവസത്തിന്റെ ഉള്ളിൽ ഈ കാര്യത്തിൽ ഒരു സമ്പൂർണ്ണത കൈവരിക്കുവാനും കഴിയും.
സാമ്പത്തിക വർഷത്തിന്റെ ആരംഭഘട്ടത്തിലെ ആദ്യപാദത്തിൽ തന്നെ എക്സ്പെൻഡിച്ചർ ആക്കുക എന്നുള്ള ചരിത്രത്തിലെ ആദ്യത്തെ സംഭവവും നടക്കാൻ വേണ്ടി പോവുകയാണ്. ശ്രീ പി ബി അബ്ദുൾ റസാഖ് ഓതറൈസ് ചെയ്ത പ്രകാരം ശ്രീ പി ഉബൈദുള്ള. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞത് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വികേന്ദ്രീകരണമാണ്. ഇതാർക്കും മനസ്സിലാകാത്തൊരു സംഗതിയാണ് സർ. 5 ഡിപ്പാർട്ട്മെന്റുകളെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കീഴിൽ കൊണ്ടുവരികയാണ്. ഇത് എങ്ങനെയാണ് വികേന്ദ്രീകരണമാകുക എന്ന് എത്ര ആലോചിച്ചാലും മനസ്സിലാകുന്നില്ല. ഇവിടെ 94 പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ല സർ, അതിന്റെ വിഷയത്തിലേക്ക് വരാം സർ. 94 പഞ്ചായത്ത് വകുപ്പിലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിനെയും കോമൺ സർവീസസ് സ്റ്റാഫിനെയും സംയോജിപ്പിച്ചു. അതിനെ തുടർന്നുള്ള കേസ് ഇപ്പോഴും സർ സുപ്രീം കോടതി നിലക്കുക സർ. 13 DDP-മാരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈ DDP-മാരുടെ തസ്തിക ADP-മാരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കേണ്ടി വന്നത് ഈ സുപ്രീം കോടതിയിൽ ഉദ്യോഗസ്ഥന്മാരുടെ സീനിയോറിറ്റി സംബന്ധിച്ച ലിസ്റ്റ് തർക്കം നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ വീണ്ടും 5 ഡിപ്പാർട്ട്മെന്റുകളെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കീഴിൽ കൊണ്ടുവരുമ്പോൾ കൂടുതൽ സീനിയോറിറ്റി തർക്കങ്ങൾ വരാനിടയാവും സർ. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പൊ തന്നെ കാര്യങ്ങൾ നടക്കുന്നില്ല. കൂടുതൽ ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് എന്ത് ഫലമാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കേണ്ടത് സർ. ഇപ്പൊ പഞ്ചായത്തിന് പുതിയ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ സ്റ്റാഫ് ഇല്ലാതെ ഒരു സംഗതി മുന്നോട്ട് പോകാൻ കഴിയില്ല. സർ, ജീവനക്കാർ തമ്മിലുള്ള സീനിയോറിറ്റി പ്രശ്നത്തിൽ സർക്കാർ കഴിഞ്ഞ ഗവൺമെന്റ് ഇടപെട്ടതുകൊണ്ടാണ് DPC-കൾ കൂടാൻ സാധ്യമാകാതെ പോവുകയും 180ഓളം സെക്രട്ടറിമാരുടെ പോസ്റ്റുകൾ വരെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥിതി ഈ സംസ്ഥാനത്ത് സംജാതമാവുകയും ചെയ്തത്. ഈ സർക്കാർ വന്നതിന് ശേഷം സുപ്രീം കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടി സെക്രട്ടറിമാരുടെ മുഴുവൻ പ്രമോഷനുകളും നടത്തി. ഇപ്പോ ഹയർ പോസ്റ്റുകളിലേക്ക് മാത്രമാണ് പ്രമോഷൻ നടത്താൻ സാധിക്കാതെ വന്നിരിക്കുന്നത്. അതും സുപ്രീം കോടതി ഇപ്പോൾ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ 26 പഞ്ചായത്തിൽ സെക്രട്ടറിമാരില്ല എന്നുള്ളത് കുറെ കാലം മുമ്പത്തെ കണക്കാണ്. ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് ഇബ്രാഹിം പുതിയ കണക്കിനെ സംബന്ധിച്ചൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. പിന്നെ സർ, കോമൺ സർവീസിന്റെ കീഴിൽ LSG ജീവനക്കാരെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഇവിടെ ബഹുമാന്യനായ അംഗം സൂചിപ്പിക്കുകയുണ്ടായി. ഇത് ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ്. ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ LSG കമ്മീഷനെ ഇങ്ങനെ ഒരു കോമൺ സർവീസ് ഉണ്ടാക്കുന്നതിന് ഉത്തരവാദപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവ് ഇതിനകം തന്നെ പുറപ്പെടുവിച്ചു. കമ്മീഷൻ വിവിധ തുറകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തമായിട്ടുള്ള സമവായത്തിലൂടെ ജീവനക്കാർക്ക് സാമ്പത്തികമായി ഒരു നഷ്ടവും വരുത്താതെ അവരുടെ പ്രമോഷനെ പ്രതികൂലമായി ബാധിക്കാതെ കോമൺ സർവീസ് നടപ്പിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ ഉറച്ച വിശ്വാസം. ശ്രീമതി ഐഷ പോറ്റി. സർ, പഞ്ചായത്ത് വകുപ്പിന്റെ കീഴിലുള്ള സ്പെഷ്യൽ ടീച്ചേഴ്സ്, ഈ ബഡ് സ്കൂളിലൊക്കെയുള്ള ടീച്ചേഴ്സ്, ഹെൽപ്പേഴ്സ്, അതുപോലെ പകൽ വീട് നോക്കുന്നവരിലെ വൃദ്ധസദനത്തിലെ സഹായികൾ, ഇങ്ങനെയെല്ലാം കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഒട്ടേറെ ജീവനക്കാരെ ഈ പഞ്ചായത്ത് വകുപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വേതനം വളരെ പരിമിതമായതുകൊണ്ട് ആ പ്രവർത്തനത്തെ നന്നായി ബാധിക്കുന്നുണ്ട്. ഇത് വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? സർ, ആ രംഗത്ത് വലിയ മാറ്റമാണ് ഈ ഗവൺമെന്റ് വരുത്താൻ ഉദ്ദേശിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ ബഡ്സ് സ്കൂളുകളിൽ ജോലി ചെയ്തിരുന്നവർ, വൃദ്ധസദനങ്ങളിൽ ജോലി ചെയ്തിരുന്നവർ, ഇവർക്കും ഒക്കെ വളരെ തുച്ഛമായിട്ടുള്ള വേതനമായിരുന്നു. ചിലർക്ക് തീരെ വേതനം തന്നെ ഉണ്ടായിരുന്നില്ല, ഹോണറേറിയം തന്നെ ഉണ്ടായിരുന്നില്ല. അത് ഈ സർക്കാർ 13ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇത്ര ആവണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ബഡ്സ് സ്കൂളിലെ നിശ്ചിത യോഗ്യത നേടിയിട്ടില്ലാത്ത ടീച്ചർമാർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിമാസം നൽകിയിരുന്നത് 3600 രൂപയായിരുന്നെങ്കിൽ ഇനി മുതൽ അവർക്ക് 7500 രൂപയാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. സാർ, ഹെൽപ്പർമാർക്ക് 10ാം തരം കഴിയാത്ത ഹെൽപ്പർമാർ, അവർക്ക് 3600 രൂപയായിരുന്നു ഇക്കാലം അത്രയും നൽകിയിരുന്നതെങ്കിൽ 6000 രൂപയായി അവർക്ക് ഇനി മുതൽ വേതനം ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. നിശ്ചിത യോഗ്യതയുള്ള സ്പെഷ്യൽ ടീച്ചർമാർക്ക് 10000 രൂപയായിരുന്നു ഇതുവരെയും നൽകിയിരുന്നതെങ്കിൽ ഇനി മുതൽ അവർക്ക് 20000 രൂപയാണ് പ്രതിമാസ വേതനമായി ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഗ്രാജുവേറ്റ് ടീച്ചർമാർക്ക് പ്രതിമാസം 10000 രൂപ എന്നുള്ളത് 15000 രൂപയാക്കിയിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് ടീച്ചർമാർക്ക് 7000 രൂപ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇനി ലഭിക്കാൻ വേണ്ടി പോകുന്നത് 12000 രൂപയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ
കമ്പ്യൂട്ടർവൽക്കരണ ടെക്നിക്കൽ അസിസ്റ്റന്റിന് 13,500 രൂപയായിരുന്നു ഇതുവരെ ലഭിച്ചിരുന്നതെങ്കിൽ 21,000 രൂപയാണ് 13ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഹൈസ്കൂളിലെയും ലൈബ്രറിയന്മാർക്ക് ഒരു പൈസയും കൊടുത്തിരുന്നില്ല. അവർക്ക് 8,000 രൂപയാണ് ഹോണറേറിയം ലഭിക്കാൻ വേണ്ടി പോകുന്നത്. പകൽ വീട് വൃദ്ധസദനം ജീവനക്കാർക്ക് ഇതുവരെ ഒന്നും നൽകിയിരുന്നില്ല. ഇനി മുതൽ 8,000 രൂപ അവർക്ക് ഹോണറേറിയം ലഭിക്കും. സ്കൂൾ കൗൺസിലർമാർക്ക് ഇതുവരെ ഒരു പൈസയും കൊടുത്തിരുന്നില്ല. 14,500 രൂപയാണ് അവർക്ക് ഹോണറേറിയമായിട്ട് ഇനി മുതൽ ലഭിച്ചു തുടങ്ങുക. ജാഗ്രതാ സമിതികൾക്ക് ഇതുവരെ ഒരു പൈസയും കൊടുത്തിരുന്നില്ല. 10,000 രൂപയാണ് അവർക്ക് ഹോണറേറിയമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. സാർ, പ്ലാൻ ഫണ്ടിൽ നിന്ന് ഡോക്ടർമാരെ PHCകളിൽ ഗ്രാമപഞ്ചായത്തുകൾക്കും CHCകളിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും നിയമിക്കുവാനുള്ള ഉത്തരവും ഇതിനകം മാർഗരേഖയിൽ ഉൾപ്പെടുത്തി ഇറക്കിക്കഴിഞ്ഞു. അത്തരം ഡോക്ടർമാർക്ക് 41,475 രൂപ പ്രതിമാസ ശമ്പളവും പാരാമെഡിക്കൽ സ്റ്റാഫിന് 23,100 രൂപയുമാണ് നൽകുക. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലെ ഡോക്ടർമാർക്കും 41,475 രൂപയും പാരാമെഡിക്കൽ സ്റ്റാഫിന് 23,100 രൂപയുമാണ് ഇനി മുതൽ നൽകി തുടങ്ങുക. ഈ രംഗത്ത് വലിയ മാറ്റമാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. സാർ, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാപം ഗ്രാമീണ റോഡുകളാണ്. സാർ, ഗ്രാമീണ റോഡുകൾ നന്നാകത്തോടത്തോളം കാലം നാട്ടിലെ എത്ര വികസനത്തെക്കുറിച്ച് പറഞ്ഞാലും ജനങ്ങൾക്കത് ബോധ്യപ്പെടുകയില്ല. ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മൾ കുറച്ച് തുക കൊടുക്കും. സാർ, ആ പഞ്ചായത്തിൽ കിട്ടുന്ന തുക ഇതുപോലുള്ള മേഖലയിൽ വിനിയോഗിക്കുമ്പോൾ അരമുഴം മുക്കാമുഴമായിട്ട് ഈ റോഡുകളെല്ലാം മുറിഞ്ഞു പോവുകയാണ്. സാർ, പൂർണ്ണമായി പോലും ചെയ്യാൻ കഴിയുന്നില്ല. സാർ, അതുകൊണ്ട് ഈ ഗ്രാമീണ റോഡുകൾ നന്നാക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമോ? എഞ്ചിനീയറിംഗ് വിങ് ഇല്ലാത്തത് കൊണ്ടുള്ള അനുഭവം അങ്ങ് ഇവിടെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ഏറ്റവും മിനിമം സെക്രട്ടറിമാരെ നിയമിക്കാനുള്ള ഒരു നടപടി അടിയന്തരമായി സ്വീകരിക്കുന്നു. സെക്രട്ടറിമാരെ നിയമിക്കാനുള്ള നടപടി പൂർത്തിയായി കഴിഞ്ഞു. 190ഓളം ഗ്രാമപഞ്ചായത്തുകളിൽ സെക്രട്ടറിമാരില്ലാതിരുന്ന സ്ഥിതി ഇന്ന് നിലവിലില്ല. എവിടെയെങ്കിലും സെക്രട്ടറിമാർ ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അവിടെ ഉടനെ തന്നെ സെക്രട്ടറിമാരെ പോസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഗ്രാമീണ റോഡുകൾ ഒറ്റത്തവണ തീർപ്പാക്കൽ എന്നുള്ള നിലയിൽ ചില സ്ഥലത്തെങ്കിലും കുറച്ച് പണം ചെലവിട്ടുകൊണ്ട് ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. വീതി കൂടിയ ഗ്രാമപഞ്ചായത്തുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും റോഡുകൾ PWDക്ക് വിട്ടുകൊടുക്കുന്നതിനെ സംബന്ധിച്ച് വകുപ്പ് തലത്തിലൊരു ആലോചന നടക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഒരുപാട് റോഡുകൾ ഗ്രാമപഞ്ചായത്തുകളുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധീനതയിൽ നിൽക്കുന്നത് കൊണ്ട് അവയുടെ അറ്റകുറ്റപ്പണി നടത്താൻ പ്രോപ്പറായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി PWD ഡിപ്പാർട്ട്മെന്റുമായി ആലോചിച്ച് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൂടിയാലോചിച്ച ശേഷം അന്തിമ തീരുമാനം എടുക്കുന്നതാണ്. ആ സമയത്ത് ബന്ധപ്പെട്ട മെമ്പർമാരെ തീർച്ചയായും ആ കാര്യം അറിയിക്കുന്നതുമാണ്. ശ്രീ PT അറിയും. സർ, കഷണ്ടിക്കും അസൂയക്കും മരുന്നില്ല എന്ന് പറയാറുണ്ട് സാർ. അതുപോലെയാണ് 4 മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഒരു മന്ത്രി കാര്യക്ഷമമായി നടപ്പാക്കുമ്പോഴുള്ള അസൂയയിൽ നിന്നുണ്ടായ വൈക്ലഭ്യമാണ് സാർ ചില ആളുകൾക്കുള്ളത്. എൻ്റെ ചോദ്യം, 70,000 ജനസംഖ്യയുള്ള പഞ്ചായത്തുകൾക്കും അതിൻ്റെ നേർപകുതി ജനസംഖ്യയുള്ള പഞ്ചായത്തുകൾക്കും ഒരേ സ്റ്റാഫ് പാറ്റേൺ ആണ്. ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത ജനസംഖ്യയിലധികമുള്ള പഞ്ചായത്തുകൾക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലിക്കാരെ നിശ്ചയിക്കാൻ അനുമതി നൽകുമോ എന്നാണ് എനിക്കറിയുന്നത്. സാർ, തദ്ദേശ സ്ഥാപനങ്ങൾ രൂപീകൃതമായ കാലത്തുണ്ടായിരുന്ന അതേ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും നിലനിൽക്കുന്നത്. നേരത്തെ 20,000 ജനസംഖ്യ ഉണ്ടായിരുന്ന പഞ്ചായത്തുകളൊക്കെ ഇപ്പോൾ 40,000-ഉം 50,000-ഉം ഒക്കെ ജനസംഖ്യയുള്ള പഞ്ചായത്തുകളായി മാറി. പക്ഷെ ജീവനക്കാരുടെ എണ്ണത്തിൽ ഒരു വർധനവും വന്നിട്ടില്ല. ഇത് വലിയ ബുദ്ധിമുട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളാക്കി ഉയർത്തി. 28 പുതിയ മുനിസിപ്പാലിറ്റികൾ നിലവിൽ വന്നു. ഇതോടുകൂടി പഞ്ചായത്ത് മേഖലയിൽ ജോലി ചെയ്തിരുന്ന 560ഓളം ജീവനക്കാരുടെ സേവനം നമുക്ക് എക്സസായി ലഭിച്ചിട്ടുണ്ട്. 1200ഓളം പുതിയ പോസ്റ്റുകൾ പുതിയ മുനിസിപ്പാലിറ്റികൾ രൂപീകരിച്ചപ്പോൾ ഈ സർക്കാർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ 560ഓളം വരുന്ന പഞ്ചായത്തിലെ ജീവനക്കാരെ കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്തുകളിലേക്കും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി കൂടുതൽ വ്യാപ്തിയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നിയമിക്കുന്നതിന് തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. ആ കാര്യത്തിൽ
ആലോചിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്ത ശേഷം എല്ലാ നടപടികളും സ്വീകരിക്കും. ശ്രീ കെ എസ് ശബരിനാഥ്. സർ, നമ്മൾ MLA ഫണ്ടിൽ നിന്ന് എഴുതി കൊടുക്കുന്ന പദ്ധതികൾ പലപ്പോഴും അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നതിലൊക്കെ വലിയ കാലതാമസം ബ്ലോക്കിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാഫിൻ്റെയൊക്കെ പരിമിതിയാണ്. അപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ തന്നെ നേരത്തെ കഴിഞ്ഞ വർഷം കൊടുത്ത ഫണ്ടുകൾ പോലും ഇപ്പോൾ എന്തായെന്ന് ആളുകൾ രാഷ്ട്രീയപരമായി അല്ലാതെയും ചോദിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കണം. നമുക്ക് എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. ഇത് പെട്ടെന്ന് പൂർത്തിയാക്കുവാൻ വേണ്ടി പഞ്ചായത്തുകളിലും ബ്ലോക്കിലും പ്രത്യേക എന്തെങ്കിലും സ്കീമുകളോ പദ്ധതികളോ തയ്യാറാക്കും. എഞ്ചിനീയറിംഗ് സ്റ്റാഫിനെ ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പരിഹാരം. അതിനാവശ്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കുറച്ച് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പോസ്റ്റുകളുടെ ക്രിയേഷൻ ഉടനെ തന്നെ നടക്കുകയും അത് അധികം വൈകാതെ തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. എഞ്ചിനീയർമാരുടെയൊക്കെ ലിസ്റ്റ് PSCയുടെ കയ്യിൽ ഇപ്പോൾ തന്നെ നിലവിലുള്ളത് കൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന മുറക്ക് തന്നെ അത് ലഭിക്കും എന്നാണ് കരുതുന്നത്. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് സ്റ്റാഫിനെ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നിയമിക്കുവാനുള്ള അവകാശവും നൽകിയിട്ടുണ്ട്. പല തദ്ദേശ സ്ഥാപനങ്ങളും അത് വേണ്ട രൂപത്തിൽ പ്രയോഗിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ബഹുമാനപ്പെട്ട അംഗത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായാൽ നന്നാകുമെന്നാണ് തോന്നുന്നത്. ശ്രീ ആർ രാമേന്ദ്രൻ. നഗരസഭ ഗ്രാമവികസന വകുപ്പുകളുടെ സംയോജന നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? അത് പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി MLA MP ഫണ്ടുകളുടെ വിനിയോഗത്തിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഒന്നുകൂടി ചോദ്യം കേട്ടു. പഞ്ചായത്ത് നഗരസഭ ഗ്രാമവികസന വകുപ്പുകളുടെ സംയോജന നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? അത് പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി MLA ഫണ്ട് MP ഫണ്ട് വിനിയോഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ടോ? വിവിധ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിനെ ഒരു കോമൺ സർവീസിന്റെ ഭാഗമാക്കുവാൻ വേണ്ടി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ കോമൺ സർവീസിന്റെ ഭാഗമായാൽ കൂടുതൽ ശക്തിമത്തായി തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക തന്നെ ചെയ്യും. ശ്രീ P.K. ബഷീർ, ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി. സാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ പ്ലാസ്റ്റിക്, ഗ്ലാസ്, വേസ്റ്റ് എന്നിവ ശേഖരിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ക്ലീൻ കേരള കമ്പനി മുഖേനയും ഷ്രെഡഡ് പ്ലാസ്റ്റിക്കും വേസ്റ്റും ശേഖരിച്ചു വരുന്നു. റീസൈക്ലിംഗ് പാർക്കുകൾ സ്ഥാപിച്ചിട്ടില്ല. സംസ്ഥാനത്ത് റീസൈക്ലിംഗ് പാർക്കുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉൽപാദകർ, ബ്രാൻഡ് ഓണർമാർ, ഡീലർമാർ എന്നിവരുടെ പങ്കാളിത്തത്തോടുകൂടി നിക്ഷേപക സംഗമം നടത്തി. ഇവരിൽ നിന്നും നിക്ഷേപം ഉറപ്പാക്കി റീസൈക്ലിംഗ് പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നു. എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും വലിയ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുവാനും അവയുടെ നടത്തിപ്പിന് ആവശ്യമായ സാങ്കേതിക സഹായവും മേൽനോട്ടവും നൽകുവാനും ക്ലീൻ കേരള കമ്പനിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ P.K. ബഷീർ. സർ, ഈ മാലിന്യ ശേഖരണത്തിന് പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും സഹായിക്കാൻ വേണ്ടി ആരംഭിച്ച ഒരു കമ്പനിയാണ് ക്ലീൻ കേരള കമ്പനി. ആരംഭിച്ച കാലം തൊട്ട് ഗവൺമെന്റ് ഓഫീസുകളിലെ വേസ്റ്റ്, ഫോട്ടോ മെഷീൻ, ഈ കമ്പ്യൂട്ടർ, ഇതുപോലുള്ള ബൾബ്, ട്യൂബ് ലൈറ്റ് ഇതൊക്കെ ശേഖരിച്ച് റീസൈക്ലിംഗ് പ്ലാന്റുകളിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്നു. ആദ്യ വർഷം തന്നെ സർ നല്ല ലാഭമുണ്ടാക്കിയ ഒരു കമ്പനിയായിരുന്നു ഈ ക്ലീൻ കേരള കമ്പനി. പക്ഷേ ഇപ്പോൾ അവരുടെ പ്രവർത്തനം വെറും സെമിനാറുകളിലേക്കും പ്രസംഗങ്ങളിലേക്കും ചുരുങ്ങുന്നു. പ്ലാസ്റ്റിക്കും വേസ്റ്റും നഗരസഭകളിലൊക്കെ കെട്ടിക്കിടക്കാണ്. ഇത് പരിഗണിച്ച് ഈ കമ്പനിയെ ഒരു പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരുന്നുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമോ എന്നാണ് അറിയുന്നത്. സാർ, ക്ലീൻ കേരള കമ്പനി ആരംഭിച്ച ഘട്ടത്തിൽ എന്താണോ അതുകൊണ്ട് ലക്ഷ്യമിട്ടത്, ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും വ്യതിചലിക്കാതെ വളരെ നന്നായിട്ട് തന്നെ കമ്പനി മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ ലാഭത്തിലായിരുന്നത് ഇപ്പോഴും അതിനേക്കാൾ കൂടുതൽ ലാഭത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ സംസ്ഥാനത്ത് റീസൈക്ലിങ്ങിനുള്ള സംവിധാനങ്ങൾ ക്ലീൻ കേരള കമ്പനി ഒരുക്കിയിട്ടില്ല. അവർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വേസ്റ്റുകൾ അടക്കം മറ്റു പ്ലാസ്റ്റിക് വേസ്റ്റുകളും ശേഖരിച്ച് സംസ്ഥാനത്തിന് പുറത്തുള്ള
റീസൈക്ലിംഗ് യൂണിറ്റുകളിൽ എത്തിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ സംസ്ഥാനത്ത് ഇ വേസ്റ്റ് റീസൈക്ലിങ്ങിന് ഒരു സംവിധാനവും നിലവിലില്ല. ക്ലീൻ കേരള കമ്പനിയെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റീസൈക്ലിംഗ് പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ചും ആലോചിച്ചു വരുന്നുണ്ട്. ഈ മേഖലയിൽ പണമിറക്കാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ വിളിച്ചുകൂട്ടുകയുണ്ടായി. അത് അവരെ കൊണ്ടും ഈ മേഖലയിൽ പണമിറക്കിപ്പിച്ച് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് നൽകാം, ലാൻഡ് ഉൾപ്പെടെ നൽകാമെന്ന് ഓഫറും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, നമ്മൾ ഈ മാലിന്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ നമ്മളോട് മറുപടി പറഞ്ഞാലും റോഡിലൊക്കെ മാലിന്യങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ തെരുവുനായൊക്കെ റോഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് എല്ലാവരും കടിച്ച് ഇപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് വളരെ നിർഭാഗ്യകരമായ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. ഇവിടെ ഇന്നലെ ഒരു മന്ത്രി പറഞ്ഞ മറുപടിയിൽ പ്ലാസ്റ്റിക് കിട്ടാനില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ ശേഖരിച്ചോളാം എന്നാണ് PWD ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഗൗരവമായിട്ട് എടുത്തിട്ട് നമ്മൾക്ക് എന്താ വെച്ചാൽ നിലവിലുള്ള പദ്ധതികളൊക്കെ കാര്യക്ഷമമാക്കാൻ, അത് കാര്യക്ഷമമായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതാ സ്ഥലത്തെ പ്രദേശത്തെ അനുസരിച്ചുള്ള മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് ഒരു തുടക്കം കുറിക്കാൻ ഹരിത കേരളം പദ്ധതിയിൽ ഇതുപോലുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി ആ പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഗവൺമെന്റ് കാണിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. സാർ, ഒരു മരം കാവാവില്ലല്ലോ സാർ. ഒരാൾ മാത്രം ശ്രമിച്ചാൽ മാലിന്യമുക്തമാക്കാൻ കഴിയില്ല നമ്മളുടെ കേരളത്തെ. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ക്ലീൻ കേരള കമ്പനി പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്ന ചുമതലയാണ് വഹിക്കുന്നത്. അത് ശേഖരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിൽ അവരുടെ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്നതാണ്. ആ തദ്ദേശ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തുവാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും പരിശ്രമിക്കണം. അങ്ങയുടെ ഭാര്യ ഉൾപ്പെടെ ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ ചുമതലക്കാരിയാണ്, പ്രസിഡന്റാണ്. അപ്പോൾ അവരടക്കം പരിശ്രമിച്ചാലേ നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി കഴിയും. പ്ലാസ്റ്റിക് ആവശ്യത്തിന് കിട്ടാനില്ല എന്നല്ലേ? അതെ അതെ അതെ, അദ്ദേഹം പറയുന്നത് കെട്ടിക്കിടക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾ പ്ലാസ്റ്റിക്കുകൾ സെഗ്രിഗേറ്റ് ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ കേരള കമ്പനിയെ വിളിച്ച് ഞങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ ഇത്ര സെഗ്രിഗേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ക്ലീൻ കേരള കമ്പനി അത് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കും. അതിനുള്ള ചുമതല ക്ലീൻ കേരള കമ്പനി നാട്ടിലെ പ്ലാസ്റ്റിക്കുകൾ മുഴുവൻ ശേഖരിക്കുക എന്നുള്ള ചുമതലയല്ല ഏറ്റെടുത്തിട്ടുള്ളത്. ശേഖരിച്ചവ സമാഹരിച്ച് ബന്ധപ്പെട്ട റീസൈക്ലിംഗ് യൂണിറ്റുകളിൽ എത്തിക്കുക എന്നുള്ള ചുമതലയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ കിണഞ്ഞ് ശ്രമിക്കണം. നിലവിലുള്ള ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം, ഓരോ മലയാളിയും പരിശ്രമിക്കണം. ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കുവാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെ വേണമെന്നാണ് തോന്നുന്നത്. സർ, ഈ സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് തുടങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ധാരാളമായി വിദേശത്ത് നിന്ന് ഇപ്പോൾ ഇറക്കുമതി ചെയ്തു. ഇതിലുപയോഗിച്ചിട്ടുള്ള കെമിക്കൽസ് വിഷാംശങ്ങളുള്ളതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് കൂടുതലായി ഇറക്കുമതി ചെയ്യുന്നതോടുകൂടി ഭൂമിയാകെ വിഷാംശങ്ങളോട് നിറയാണ്. അപ്പോൾ ഇത് രോഗങ്ങൾ കൂടുതലായി പടർന്നു പിടിക്കാൻ ഇത് കാരണമാകും. അതുകൊണ്ട് ഇപ്പോൾ ബഹുമാനയുടെ മന്ത്രി പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ പ്ലാസ്റ്റിക്, ഗ്ലാസ്, ഇ വേസ്റ്റ് എന്നിവ ശേഖരിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ഈ ഇ വേസ്റ്റുകൾ ശാസ്ത്രീയമായി റീസൈക്ലിംഗ് ചെയ്യാൻ വല്ല സംവിധാനം ഗവൺമെന്റ് ഏർപ്പെടുത്തുന്നു? നിലവിൽ കേരളത്തിൽ ഇ വേസ്റ്റ് റീസൈക്കിൾ ചെയ്തതിനുള്ള ഒരു സംവിധാനവുമില്ല. ക്ലീൻ കേരള കമ്പനിയിലൂടെ നമ്മൾ പഞ്ചായത്തുകളിൽ നിന്ന് സ്വരൂപിക്കുന്ന ഇ വേസ്റ്റുകൾ ഹൈദരാബാദിലെ ഇ വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റിലേക്കും തമിഴ്നാട്ടിലെ ഇ വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റിലേക്കുമാണ് അയക്കുന്നത്. തീർച്ചയായും ആ കാര്യത്തിൽ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമായിട്ടുള്ള ലാൻഡ് നമ്മൾ നൽകും. അതിനുള്ള ആളുകൾ തയ്യാറായി മുന്നോട്ട് വരികയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. ശ്രീ പി കെ അബ്ദുറബ് സർ, മിക്കവാറും ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതുപോലെ ഗ്രാമപഞ്ചായത്തുകളിലും ഇപ്പോൾ ഇതിനുള്ള സംവിധാനം ഉണ്ട് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി അതിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു ക്ലീൻ കേരള പല സ്ഥലങ്ങളിൽ നിന്നും അത് ശേഖരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് സമയബന്ധിതമായി ശേഖരിക്കുവാനും അതോടൊപ്പം തന്നെ ക്ലീൻ കേരളയെ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഈ റീസൈക്ലിംഗ് ചെയ്യുന്ന കമ്പനികളുമായി ഒരു ടൈഅപ്പ് ഉണ്ടാക്കി കൃത്യമായി അവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ? കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്കൂളുകളിൽ
ഈ ഇതുപോലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും ഒക്കെ ശേഖരിച്ച് മാസത്തിലൊരിക്കൽ സ്കൂളിലേക്ക് കൊണ്ടുവരികയും സ്കൂളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ അത് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ കോട്ടൺ ഹിൽ സ്കൂളിലൊക്കെ നമ്മളത് ചെയ്തിരുന്നു. അത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ ഉള്ള തീരുമാനമുണ്ടായാൽ കുറേയധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്ക് അതുവഴി നിഷ്കാസനം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടി പരിശോധിക്കുന്നു. ഗവൺമെന്റ് അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഒരു പ്രശ്നം, ഇങ്ങനെ പല സ്കൂളുകളിൽ നിന്നും ശേഖരിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ വേസ്റ്റുകൾ ക്ലീൻ കേരള കമ്പനി അല്ല സ്വരൂപിച്ചിരുന്നത്, പല സ്വകാര്യ ഏജൻസികളുമാണ്. ഈ സ്വകാര്യ ഏജൻസികൾ നിരുത്തരവാദപരമായി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി തള്ളുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നു വരികയുണ്ടായി. ഇങ്ങനെ ലോഡുമായിട്ട് പോകുന്ന വാഹനങ്ങൾ തമിഴ്നാട്ടിൽ വെച്ച് പിടികൂടപ്പെടുന്ന സ്ഥിതി വരെ സംജാതമായി. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്തത്തോടുകൂടി ഈ കാര്യം ചെയ്യുന്നവരെ മാത്രമേ അത് ഏൽപ്പിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ക്ലീൻ കേരള കമ്പനി ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനത്തിൽ എവിടെയെങ്കിലും ഞങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് പ്ലാസ്റ്റിക്കുകൾ വെച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണെങ്കിൽ അവർ സമാഹരിക്കും. അങ്ങനെ ക്ലീൻ കേരള കമ്പനി എവിടെ നിന്നെങ്കിലും സമാഹരിക്കുന്നില്ല എങ്കിൽ അക്കാര്യം ബഹുമാനപ്പെട്ട അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള പരിഹാരം കാണും. ശ്രീ എൻ ശംസുദ്ദീൻ. സർ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിവര സാങ്കേതിക വിദ്യയിൽ നമ്മൾ വളരെ മുൻപന്തിയിലായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വേസ്റ്റുകൾ നമ്മൾ ഇവിടെ കുമിഞ്ഞുകൂടുകയാണ്. സർ, ഇവിടെ മന്ത്രി പറഞ്ഞു ഇ വേസ്റ്റ് റീസൈക്ലിങ്ങിനുള്ള സൗകര്യം നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന്. സർ, അതിനെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയ ആലോചനകൾ ഇനിയുള്ള കാലത്ത് വേണ്ടിവരും. ഓരോ ജില്ലകളിലും ഇത് കളക്ട് ചെയ്ത് ഇത് റീസൈക്ലിംഗ് ചെയ്യുന്നതിനുള്ള നടപടികൾക്ക് സർക്കാർ ശ്രമിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സാർ, ഈ അടുത്ത് 9000 ഫോട്ടോ കോപ്പി പ്രിന്റർ മെഷീൻ, ഞാൻ ഒരൊറ്റ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താണ് സാർ. ഈ 9000 ഫോട്ടോ കോപ്പി പ്രിന്റർ മെഷീൻ നമ്മുടെ കൊച്ചിയിലെ കസ്റ്റംസ് തടഞ്ഞു വെച്ചു. സത്യത്തിൽ ഇത് അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുള്ള വേസ്റ്റാണ്. ഇവിടെയുള്ള കമ്പനികൾ ഇത് ഒരു ഓർഡറായി എടുത്തിട്ട് ഈ 9000 ഫോട്ടോ കോപ്പി പ്രിന്റർ ഇവിടെ കൊച്ചിയിൽ ഇറക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അത് കസ്റ്റംസ് തടഞ്ഞ സാഹചര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് ഇ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 എന്ന ഒരു പുതിയ നിയമം പാസാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് തന്നെ ഇത് റീസൈക്കിൾ ചെയ്യാൻ ബാധ്യതയുണ്ട് എന്നുള്ളതാണ് നിഷ്കർഷിക്കുന്നത്. ആ നിയമം നമ്മളുടെ രാജ്യത്ത് ശക്തമായി നടപ്പിലാക്കിയാൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ആരൊക്കെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അവരുടെ തന്നെ ചുമതലയാണ് ഉപയോഗയോഗ്യമല്ലാത്ത അത്തരം സാധനങ്ങൾ റീസൈക്കിൾ ചെയ്യുക, അതിനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത്. ഇത് നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയാൽ തന്നെ ഇ വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റുകൾ ബന്ധപ്പെട്ട കമ്പനികൾ തന്നെ ആരംഭിക്കേണ്ടതായിട്ട് വരും. അതിന് ശക്തമായിട്ടുള്ള നിയമം തന്നെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അനിലക്കര. പഞ്ചായത്തുകളുടെയും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ പ്രത്യേകമായ നിയമങ്ങളും മാനദണ്ഡമുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്തുകൾ യോഗങ്ങൾ വിളിച്ചു ചേർക്കുമ്പോൾ അജണ്ടയിൽ ചേർക്കാത്ത കാര്യങ്ങൾ പിന്നീട് യോഗ തീരുമാനങ്ങളായി ചേർത്ത് നടപ്പിലാക്കുകയാണ്. സാർ, ഇന്നലെ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ നോട്ടീസ് കൊടുത്ത് യോഗം വിളിക്കുകയുണ്ടായി. അവിടെ കോർപ്പറേഷന് കീഴിലുള്ള ഇലക്ട്രിസിറ്റി ബോർഡിൽ 67 ആളുകളെ താൽക്കാലികമായി ഇതുപോലെ അജണ്ടയില്ലാത്ത യോഗത്തിൽ വിളിച്ച് എഴുതി ചേർത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ആ യോഗത്തിൽ ചർച്ച ചെയ്യണം, അതിന് വോട്ടെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ വോട്ടെടുപ്പ് നടത്താതെ ഏകപക്ഷീയമായി യോഗം പിരിച്ചുവിട്ടിരിക്കുകയാണ്. അതിനുശേഷം 3:30 മുതൽ അവിടെ കോൺഗ്രസിന്റെ അംഗങ്ങൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ആ ഹാളിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. പ്രാഥമികമായ ആവശ്യത്തിന് പോലും കഴിയാത്ത രീതിയിൽ കോർപ്പറേഷനിലെ ജനപ്രതിനിധികൾ, ഭൂരിഭാഗം വരുന്ന ജനപ്രതിനിധികൾ അവിടെ ഇരിക്കുകയാണ്. സാർ, നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ തുടക്കം മുതൽ ഇന്ന് പറഞ്ഞതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുന്നതിന് വേണ്ടിയാണ് എല്ലാം ഏകോപിപ്പിച്ചതെന്ന് മന്ത്രി പറയുകയുണ്ടായി. ഇപ്പോൾ ശക്തിപ്പെട്ടിട്ട് മന്ത്രി തലത്തിൽ മാത്രമാണ് ശക്തിപ്പെട്ടുള്ളത്. താഴെ തലത്തിൽ അധികാരം കേന്ദ്രീകരിച്ചു പോകുന്ന സ്ഥിതിയാണുള്ളത്. നാട്ടിലെ നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിയന്തരമായി ആ യോഗം നിയമപ്രകാരം ചട്ടപ്രകാരം വിളിച്ചു ചേർക്കാനുള്ള നടപടി സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് പ്രത്യേകമായ നിർദ്ദേശം കൊടുക്കണമെന്നാണ് ഈ സബ്മിഷൻ വഴി ഉന്നയിക്കുന്നത്. സാർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ അനിൽ അക്കര ഇവിടെ ഉന്നയിച്ച കാര്യം അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അർബൻ ജോയിന്റ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ നിയമപരമായി പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഓർഡർ ശ്രീ പി ഐഷ പോറ്റി. സർ, കൊട്ടാരക്കര മണ്ഡലത്തിലെ ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഉള്ള 38 കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങൾ 2008-2009 ഭവനശ്രീ പദ്ധതി പ്രകാരം കോർപ്പറേഷൻ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു. അതിലെ 3 പേർ
അത് പണം തിരിച്ചടച്ചിട്ട് പ്രമാണം തിരികെ വാങ്ങി. 2010 സർക്കാർ ഈ പദ്ധതി പ്രകാരമുള്ള തുക എഴുതി തള്ളി ഉത്തരവായി. അപ്പോൾ ബാക്കിയുള്ള ബാങ്കുകളെല്ലാം പ്രമാണങ്ങൾ തിരിച്ചു കൊടുത്തു. ഈ കോർപ്പറേഷൻ ബാങ്കിലുള്ള ബാക്കി 35 പേരുടെ പ്രമാണങ്ങൾ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് വേഗം കൊടുത്തു കഴിഞ്ഞിട്ട് ആ നിയമപ്രകാരം കൊടുത്ത ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ഈ പ്രമാണങ്ങൾ തിരിച്ചു കിട്ടാനായിട്ടുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കാനായിട്ടുള്ളത്. സർ, 2005 കുടുംബശ്രീ CDS മുഖാന്തരം പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ ഭവനശ്രീ വായ്പകൾ സർക്കാർ ഏറ്റെടുക്കുന്നതായി 2010-11 ബജറ്റ് പ്രസംഗത്തിൽ അന്നത്തെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ബാങ്കുകളിൽ നിന്ന് കുടുംബശ്രീ ശേഖരിച്ച് സമർപ്പിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ഭവനശ്രീ അക്കൗണ്ടുകൾ സർക്കാർ ഏറ്റെടുത്ത് ഉത്തരവുമായിരുന്നു. എന്നാൽ ചില ബാങ്കുകൾ കുടുംബശ്രീക്ക് സമർപ്പിച്ച ലിസ്റ്റിൽ മുഴുവൻ ഭവനശ്രീ അക്കൗണ്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. SLBC തീരുമാനപ്രകാരം ഇത്തരത്തിൽ വിട്ടുപോയ ഭവനശ്രീ അക്കൗണ്ടുകളുടെ വിവരം വീണ്ടും ബാങ്കുകളിൽ നിന്ന് ശേഖരിക്കുകയും അവ സർക്കാർ ഏറ്റെടുത്ത് ഉത്തരവാവുകയും ചെയ്തിരുന്നു. മേൽ 2 ഘട്ടങ്ങളിലും ചില ബാങ്കുകളിലെ ഭവനശ്രീ അക്കൗണ്ടുകൾ ലിസ്റ്റിൽ പെടാതെ പോയതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അത്തരം അക്കൗണ്ടുകളുടെ ക്രോഡീകരിച്ച പട്ടിക കുടുംബശ്രീ മിഷൻ 3ാം ഘട്ടമായി സമർപ്പിച്ചത് സർക്കാർ പരിശോധിച്ചു വരികയാണ്. ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കോർപ്പറേഷൻ ബാങ്കിൽ നിന്നുള്ള ഭവനശ്രീ അക്കൗണ്ടുകളും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഉത്തരവ് താമസം വിന പുറപ്പെടുവിക്കുന്നതും അതനുസരിച്ചുള്ള ആശ്വാസം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതുമാണ്.